ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നാളെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് മാറ്റിവെക്കാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതല്ലേ? അങ്ങോട്ട് വരാതിരിക്കാൻ. ചിലപ്പോ അവള് നമുക്ക് ആർക്കും പിടികിട്ടാത്ത വിധത്തിലായി പോവും. അതിനിപ്പം എന്താ ചെയ്യാ? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. താനൊന്ന് സമാധാനിക്കടോ. ആദ്യം ജ്യോതിമോളുടെ കാര്യം കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രമിക്കാം, പോരെ? അതിനിടയ്ക്ക് എവിടെന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് കിട്ടാതിരിക്കേയില്ല. ഞാൻ കൂടെ തന്നെ ഉണ്ടോ. പിന്നെന്താ? ഹരി സാർ, സാർ. ശരവണനോ? ആഹാ, എന്താ ശരവണ, നീ എവിടെ പോയതാ? മാർക്കറ്റിൽ പോയിരുന്നു സാർ. സാർ, ഒരു കാര്യം കേട്ടാച്ച് നീങ്ക എങ്ക ഇருந்து കിളമ്പുതാ? സുജാത മേഡം ചൊല്ലിയാച്ച്. അങ്ങനൊരു പ്ലാൻ ഉണ്ട്. ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എതുക്ക് സാർ? എല്ലാവരും ഇപ്പോ ഒരു കുടുംബം പോലെ പോയിട്ടിருக்கு. അതിലിരുന്ന് നീങ്ക മട്ടും. ശരവണ, സുജാത ആന്റിയോട് ഞാൻ അതിന്റെ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാർ, നിത്യ മേഡം வந்து எனக்கு சிஸ்டர் மாதிரி. நாங்க எல்லாரும் நித்யா மேடத்துக்கு ஒரு நல்ல லைஃப் வரும்னு தான் நினைச்சிருந்து. அது அந்த ജീവൻ കൂടെ അല്ല സാർ, അവർ വന്ന് കൊലയാളി. ശരവണ നടന്നോളൂ സാർ. ജീവൻ അവർ വന്ന് എന്നെ എത് വേണേ പണട്ടെ സാർ. നിത്യ മേഡം അതുക്കുള്ള പെട്ടുപോയിருக்கு സാർ. கொஞ்சம் வெயிட் பண்ணலாமா சார்? சுஜாதா மேடம் கூட சொல்லியிருக்கு, நித்யாவே உங்க கூட. ശരവണ, ചില കാര്യങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുന്നത് ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. ഞാനിനി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പോ നീங்க முடிவு பண்ணிட்டீங்களா സാർ? തീരുമാനിക്കണം, തീരുമാനിച്ചേ പറ്റൂ. നമ്മുടെ നിത്യയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് ഞാനും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കണ്ടേ? അയ്യോ, ഈ ഒഴിഞ്ഞു മാറുന്നത് നിത്യ ഓർത്തിട്ടൊന്നുമല്ല, അത് സ്നേഹ കൂടുതലുമുണ്ട്. ശരവണൻ കേട്ടിട്ടുണ്ടോന്നറിയില്ല, ഈ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല സ്നേഹം, വിട്ടുകൊടുക്കുന്നതും സ്നേഹം തന്നെയാണ്. സാർ, ഞാൻ யாரும் அல்ல சார். எனக்கு எந்த ரைட்ஸும் கிடையாது. ஆனாலும் ஒரு கனவு இருந்து நீங்க ரெண்டு பேரும் சேர்ந்து ஒரு குடும்பமா இருக்கணும். கல்யாணி, ஆதி எல்லாവരും நீங்க புள்ளகளாய் நல்லாமே இருக்கிறது நான் கனவு கண்டு போயாச்சு சார். அந்த கனவு அப்படியே தூக்கி எறிய முடியல சார். அதான் தான் சொல்றேன் சார். ஒரு வாட்டி கூட நினைச்சு பாருங்க சார். நீங்க இங்க இருந்தா அதெல்லாம் அவருடைய மனசுக்குள்ள ஒரு தைரியமா இருக்கு சார். அதுதான் சொல்றேன். வரட்டுமா சார்? சரி. ബൈക്കിന്റെ EMI അടയ്ക്കാൻ പറ്റാത്തതിന് യുവാവ് ആത്മഹത്യ ചെയ്തെന്നു. അതെന്തോന്നൊരു EMI? ഓ, ചെറുപ്പക്കാരൊരു കാര്യം. രാമകൃഷ്ണേട്ട, ഓ വാ. എന്താ രണ്ടുപേരും കൂടി? രഘു ഇരിക്കെ. ഹരി എവിടെ? അല്ല, അവൻ പുറത്തോട്ടൊന്ന് പോയിരിക്ക. എന്തൊക്കെയുണ്ട് രഘു വിശേഷങ്ങള്?
കാര്യങ്ങളൊക്കെ കുറെ കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ആ ഞാൻ പലപ്പോഴും ഒരു ഗസ്റ്റിനെ പോലെയാണല്ലോ. എന്തായാലും ഇനി ഞാനിവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഓ റിട്ടയർമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി കുറച്ച് പേപ്പർ വർക്ക് കൂടി ബാക്കിയുള്ളൂ. ആ അതെന്തായാലും നന്നായി രഘു. സുജാതയുടെ തനിച്ചുള്ളൊരു ഓട്ടം ഇനി ഇങ്ങോട്ട് അവസാനിക്കുമല്ലോ. ഏതാ അല്ലേ സുജാതേ? അതെ രാമകൃഷ്ണേട്ടാ, ഇത്രയും കാലം ഞാനും കരുതിയിരുന്നത് കുടുംബത്തിന്റെ ഭാരം രഘുവേട്ടന്റെ തലയിലേക്ക് പോകരുതെന്നാ. ഇനി അത് പറ്റില്ല. ഭാരം കൂടി വരുമ്പോ ഒരത്താണി വേണ്ടേ, അതൊന്ന് ഇറക്കി വെക്കാൻ. ആ ആ ഹരി, ഞങ്ങൾ തന്നെ കാത്തിരിക്കായിരുന്നു. എന്താ? വാ, വന്നിരിക്കേ. ആ വാടാ. ആ, നാളെ മനുവിന്റെ വീട്ടിൽ നിന്നും അവന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഓ, മനുവിന്റെയും ജ്യോതിയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാ അവരുടെ വരവ്. രണ്ടുപേരും അവിടെ ഉണ്ടാവണം. ഓ, ഓ നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേണം ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. അമ്മാവൻ വരും. നാളെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് മാറ്റിവെക്കാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതല്ലേ? അങ്ങോട്ട് വരാതിരിക്കാൻ അല്ലേ ഹരി? ഏയ്, അല്ല, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ജ്യോതിയുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, അതവൻ പറയുന്നത് സത്യവാ. മനുവും ജ്യോതി അന്വേഷിച്ച് വരുന്ന മുതലേ മിക്കവാറും എല്ലാ നേരത്തും ഇവന്റെ സംസാരം അത് തന്നെയാ. എന്നിട്ട് ആ ഉത്സാഹം ഹരിയിൽ കാണുന്നില്ലല്ലോ. എടോ ഹരി, നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലൂടെയും ജീവിതം പല രീതിയിലാണ് കടന്നു പോകുന്നത്. താൻ പാടവരമ്പിലും നാട്ടിൻപുറത്തും കണ്ട ജീവിതമല്ല ഞാൻ നിത്യേന കാണാറുള്ളത്. അതൊരു തരം മരവിച്ച ലോകമാണ്.